അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ഓരോ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പം ഏതാണോ ശരി അത് ഓരോന്നിൻ്റെ നേരെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് കളവ് പറയൽ മുഅ്മിനുകൾക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബോക്സുകളിൽ കൊടുത്തതൊന്ന് വായിച്ചു നോക്കാം. സ്നേഹിക്കണം, ബിസ്മി ചൊല്ലി വേണം, യോജിച്ചതല്ല, സലാം പറയൽ ഒരു ഗുണമാണ്. അപ്പോൾ കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ചതല്ല. അപ്പോൾ അവിടെ യോജിച്ചതല്ല എന്നുള്ളതാണ് ആ ബോക്സുകളിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. 2ാമത്തെ ചോദ്യം സത്യം പറയൽ മഹത്തായ ഒരു ഗുണമാണ്. അപ്പോൾ ഒരു ഗുണമാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. 3ാമത്തത് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ ബാക്കി എന്താണ്? ബിസ്മി ചൊല്ലി വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ ബിസ്മി ചൊല്ലി വേണം എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. 4ാമത്തത് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് സലാം പറയൽ. അപ്പോൾ അവിടെ സലാം പറയൽ എന്നുള്ളത് എഴുതുക. 5ാമത്തത് നാം തിരുനബിയെ നന്നായി സ്നേഹിക്കണം. അപ്പോൾ അവിടെ സ്നേഹിക്കണം എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. ഇനി 2ാമത്തെ പ്രവർത്തനമാണ് ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ്. ഓരോന്നിനും 2 ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട്. അപ്പം ഏതാണോ ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 1ാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ കൂട്ടുകാർ അകന്നു പോകും, പിശാച് അകന്നു പോകും. ഏതാണ് ശരി? പിശാച് അകന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 2ാമത്തത് നടന്നു വരുന്നയാൾ സലാം പറയണം. കിടക്കുന്നയാളോട്, ഇരിക്കുന്നയാളോട്. ആരോടാണ്? ഇരിക്കുന്നയാളോട് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 3ാമത്തെ ചോദ്യം തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്നു, എല്ലാവരും നന്ദി പറയുന്നു. അപ്പം എല്ലാവരും ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 4ാമത്തത് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നു. കുടുംബക്കാർ, അയൽവാസികൾ. എന്താണ് വിളിക്കാറ്? അയൽവാസികൾ എന്നാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. എന്താണ്? സ്വലാത്ത് ചൊല്ലും എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 3ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. അപ്പോൾ 1ാമത്തെ ചോദ്യം നോക്കാം. അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്ത്? അപ്പം നമ്മൾ മദ്രസയിൽ എത്തിക്കഴിഞ്ഞാൽ ഉസ്താദിനോടും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉമ്മയോടും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും ഉമ്മയോടൊക്കെ സലാം പറയാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പം ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സലാം പറയാൻ ശ്രമിക്കുക. ഇനി 2ാമത്തത് കളവ് പറയൽ ആരുടെ അടയാളമാണ്? കളവ് പറയൽ ആരുടെ അടയാളമാണ്? അത് കപട വിശ്വാസിയുടെ അടയാളമാണ്. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി 3ാമത്തെ ചോദ്യം ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിച്ചാൽ നാം പ്രവേശിക്കും എവിടെ? ഉത്തരം സ്വർഗത്തിൽ. അവിടെ സ്വർഗത്തിൽ എന്നുള്ളത് ഉത്തരമായിട്ട് എഴുതി കൊടുക്കുക. ഇനി 4ാമത്തത് ഇമാം നവവി റഹിമഹുല്ലാഹിയുടെ പേര് എന്താണ്? ഉത്തരം യഹിയ ഇബ്നു ഷറഫ്. അവിടെ യഹിയ ഇബ്നു ഷറഫ് എന്ന് എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് ഉത്തരം എഴുതണം. 1ാമത്തെ ചോദ്യം മാതാപിതാക്കളുടെ വാക്കുകൾ നാം
അനുസരിക്കണം. അപ്പോൾ അവിടെ അനുസരിക്കണം എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് ചെറിയവരെ സ്നേഹിക്കണം, മുതിർന്നവരെ അനുസരിക്കണം, എങ്കിൽ നാം നല്ല കുട്ടികളായി. അപ്പോൾ അവിടെ നല്ല കുട്ടികളായി എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത് അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണം. അപ്പോൾ മതം നോക്കിയിട്ടല്ല അധ്യാപകരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബഹുമാനിക്കേണ്ടത്. അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അധ്യാപകരാണ് എന്ന പേരിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബഹുമാനിക്കേണ്ടത്. ഇനി നാലാമത്തത് നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഡാഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ള എന്താണ്, വഴികാട്ടികളാണ്. അപ്പോൾ അവിടെ വഴികാട്ടികളാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇഷ്ടമാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം അത് എഴുതി കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഗുണം കുറഞ്ഞത് ആകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്തും ബിസ്മി ചൊല്ലണം, അല്ലേ? അപ്പം അവിടെ ഗുണം കുറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ പൂരിപ്പിച്ച് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊന്നുകൂടെ നോക്കാം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഗുണം കുറഞ്ഞതാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു കാര്യം ഡാഷ് പറയലാണ് സത്യം. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. ഇനി മൂന്നാമത്തത് അയൽവാസി പട്ടിണി ഡാഷ് വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അയൽവാസികളെയും പരിഗണിക്കണം. അപ്പോൾ അവരവിടെ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് തിന്നുകയാണെങ്കിൽ നമ്മൾ ആരല്ല, നമ്മൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടവനല്ല. അത് നമ്മൾ പല പ്രാവശ്യം പല വേദികളിൽ നിന്നും കേട്ടൊരു സംഭവമാണ്. അപ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. അപ്പോൾ കിടക്കുമ്പോൾ എന്നുള്ളതാണ് നമ്മളവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് നാലാമത്തത് കുടുംബ ബന്ധം പുലർത്തുന്നത് ഡാഷ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. അപ്പോൾ അവിടെ ആയുസ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുടുംബ ബന്ധം പുലർത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ജീവിക്കാൻ കഴിയും. മാത്രമല്ല നമുക്ക് ഭക്ഷണം, പാർപ്പിടം, അതുപോലെയുള്ള വാഹനങ്ങൾ, അതൊക്കെയാണ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ധാരാളമായിട്ട് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടു കൂടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.